ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുമ്പളങ്ങിലാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വല്യമ്മയുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. നല്ല സ്ഥലമല്ലേ, എനിക്കിഷ്ടമാണ് ഈ സ്ഥലം. കണ്ട അടിപൊളിയാണ് കാണാനൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വഴി കാണിച്ചു തരാം അതെന്താന്ന്. നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോകുവാണ്. നമ്മളിപ്പോൾ കുമ്പളങ്ങിയിലാണ് വന്നേക്കുന്നത്. ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ കുറേ കരിമീനുണ്ട്. നമ്മളെ ഇന്നത്തെ പരിപാടി അപ്പോൾ കരിമീൻ ഒപ്പിക്കലാണ്. ഈ കാട് കണ്ട, നേരത്തെ ഇവിടെ വഴിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ആരും പോവാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കാടായി. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാൻ പോകണം ഗൈസ്. ഗൈസ്, നമ്മളിത് ഗോതമ്പ് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ കൂടി ഉണ്ടാക്കിയൊരു സാധനമാണ്. ഇപ്പോൾ ചൂണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇവിടുത്തെ ഒരു പള്ളത്തിയുടെ വലിപ്പം കണ്ടോ ഗൈസ്? അത്യാവശ്യം വലുതാണ്. നമ്മുടെ അവിടെ ഉള്ളതൊക്കെ ചെറുതാണ്. അയ്യോ, നമ്മുടെ അടുത്തതിനേക്കാളൊക്കെ ഇച്ചിരി സൈസാണ് കണ്ടത്. കളഞ്ഞു ഗൈസിന്. ഈ കുമ്പളങ്ങി എന്ന് പറയുമ്പോൾ തന്നെ എന്ത് രസമായിട്ടുള്ളൊരു സ്ഥലമാണല്ലേ. ഫുള്ളും കായലും തോടും. കായലല്ല, തോടായിരിക്കും. അതുകൊണ്ടാ അത് കായലാണ്. അവിടെ കാണുന്നത്. അവിടെ മറ്റേ കമ്പോലയൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റണ്ട. ദേ കമ്പോല. ഞങ്ങളവിടെ എപ്പോഴും ഞങ്ങളവിടെയാണ് ചൂണ്ടയിടാൻ പോണേ. ഞങ്ങളിപ്പോൾ എന്തായാലും ഇത് ആ കണ്ണാണ് വീട് നേരെ കാണുന്നത്. അതിൻ്റെ നേരെ തന്നെ ഞങ്ങൾ ഈ വഴി വന്ന്, ഇപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ വന്നത്. ഇവിടെയാണ് ചൂണ്ടയിടണത്. കുറച്ചുകൂടെ അവിടെ ഭയങ്കര വെയിൽ. അതുകൊണ്ടോ വെയിൽ മാറുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ട് പോകണം ചൂണ്ടയിടാനിട്ട്. പുറമെ ഇട്ടിട്ടുണ്ട്, കിട്ടുമെന്നറിയാൻ പാടില്ല, നോക്കാം. ഗൈസ്, ഒരു ചെറിയ എന്നാണ് കരിമീനൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗൈസ്, അതാണ്ട ഗൈസ്. ഇത് ഒരുവിധം വലുതാണ് ഗൈസ്. ചെറുതിനെ കിട്ടിയാൽ ഞങ്ങൾ കളഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ മീനൊക്കെ കിട്ടണത് ഇടാനായിട്ടൊരു കൊല്ലി എടുത്തിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ വലയൊക്കെ വെച്ച് നെയ്തുണ്ടാക്കുന്നതാണ് കൊല്ലി. ഇത് നമ്മൾ വെള്ളത്തിലിങ്ങനെ ഇട്ടാലും മീൻ പോകുകയില്ല, അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്നുണ്ടോ. നമ്മൾ കിട്ടിയ ആ കരിമീനിനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോകണം. ഇതെന്താ ഇങ്ങനെ കെട്ടിയിട്ട് അതവിടെ തന്നെ കിടന്നോളും ജീവനോടെ.
നമ്മളിപ്പോൾ സാധാ ഒരു ചൂണ്ടയാണ് ഗൈസ് ഇപ്പോൾ ഇട്ടേക്കണത്. നമ്മുടെ ഇവിടെയൊക്കെയുള്ള വടികളിൽ തന്നെ ടങ്കീസ് കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് ചൂണ്ട കെട്ടിയിട്ടേക്കുവാണ്. വെയിലായതുകൊണ്ട് വീഡിയോ ഒക്കെ അധികം ഇത് കിട്ടണില്ല. നല്ല വെയിലാണ്. ഗൈസ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടെന്നാണ് ഗൈസ് തോന്നണത്. കിട്ടി ചെറുതാണെന്ന് തോന്നുന്നു. ചെറുതാണ് ഗൈസ്. കളയണ്ട അതിനെയും കളഞ്ഞു ഗൈസ്. ചെറുതിനെ കളഞ്ഞു വിടുക. അതുങ്ങൾ വളരും, നമുക്ക് പിന്നെ വരാലോ. അടുത്തത് ഇട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങളോട് വരുമ്പോഴത്തേക്കും അപ്പുറത്തിടുമ്പോൾ വലിയ കരിമീനായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഞാനിവിടെ ഇരുന്നു ഗൈസ്. ബാക്കിലൊക്കെ സ്ഥലം നല്ല അടിപൊളിയാണ്. ഇത് മീൻ വളർത്തണതാണ്. പോയി ഗൈസ്, റമ്പി. അടുത്തത് അടിച്ചിട്ടുണ്ട് ഗൈസ്. പിള്ളേരൊക്കെ ചെറുതാണ്. എങ്ങോട്ട് കിട്ടിയോ? ഞാൻ ഓർത്ത് കിട്ടിയില്ലെന്ന്. കാട്ടിയേ ചെറുത്. ഞങ്ങൾ മിക്കവാറും ചെറുതിനെ പിടിക്കും കളയും, ചെറുതിനെ പിടിക്കും കളയും, അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ നല്ല കാറ്റാണ് ഗൈസ്. ഓളവും ഉണ്ട് അത്യാവശ്യം. അതുകൊണ്ട് നമ്മൾ ചൂണ്ടയിടുമ്പോഴേ അത് ഇട്ടേക്കണ എവിടെയാണെന്ന് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഓ, കൊണ്ടുപോയി. ചിരി കണ്ട. ഓ കിട്ടി. ചെറുതാണ്, എല്ലാം ചെറുതാണ്. ഇവിടെ വലിച്ചെടുത്താ. പിന്നെ സ്പോട്ട് മാറിയാലോ നമുക്ക്. ഇവിടെ എല്ലാം കുഞ്ഞാണെന്ന് തോന്നുന്നു. അതെന്താ തീരെ പൊടിയാണെന്ന് തോന്നുന്നത്. കളഞ്ഞു ഗൈസ്. നമുക്കപ്പോൾ ഇവിടുന്ന് സ്പോട്ട് മാറി നോക്കാം. ഓക്കെ, വന്നത് നമ്മളിവിടെ നിന്ന് സ്പോട്ട് മാറാൻ പോവാണ്. വേറെ സ്ഥലത്തേക്ക് പോവാം. വഴി ടാസ്ക്കാണ്, സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തോട്ടി. ഇപ്പോൾ ഗൈസ് നമ്മൾ നിന്നേച്ച നേരത്തെ സ്പോട്ട് ഇതാണ്. നമ്മളവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് വള്ളത്തേലി അപ്പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ നിന്നേച്ച സ്പോട്ടത്.
ഫോട്ടോ ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ് ഈ സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമാണ് ഇവിടെയൊക്കെ വെള്ളത്തിൽ വേണ്ട ആ കമ്പോലെ നമ്മൾ അവിടെയാണ് പോകുന്നത്. ആഴം കുറവാണ്, എന്നാലും ചെളിയായി. നല്ല ഓളം ഉണ്ട് വെള്ളത്തിൽ. എനിക്ക് വണ്ണമുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞത്. നമ്മൾ അടുത്തെത്താറായി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കമ്പുവലയാണ്. ഈ കാണുന്നത് നേരെ കാണുന്നത് നമ്മുടെ കമ്പുവലയാണ്. ഇവിടെ അപ്പുറത്തൻ്റെ കമ്പുവല കണ്ട. നമ്മളിപ്പോൾ വെള്ളത്തെ വന്നതൊക്കെ ചാലാണ് കേസ് കണ്ട. ഈ സ്ക്വയർ കംപ്ലീറ്റ് ചാലാണ്. ഇവിടെ അതെ ഈ കാണുന്ന ഒരു വീട് പോലത്തെ സംഭവം ഉണ്ടോ, അത് കാവലിരിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ളതാണ്. ഇപ്പോൾ കേസ് നമ്മൾ വെള്ളം ഇവിടെ പാർക്കിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. ഇവിടെ ഇറങ്ങാനുള്ള സ്ഥലമില്ല കണ്ട. ഞങ്ങളിവിടെ വന്നിട്ട് ദേ ഇവിടെ നിന്നാണ് കയറിയത്. നല്ല കാറ്റാണ്, കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇലയൊക്കെ അങ്ങനെ ദേ ഈ ഓളം തട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഇവിടെ ചെറിയ ചെറിയ ഇല്ല ഞണ്ടുണ്ടാവും. ഇതാണ് ഞണ്ടിൻ്റെ കുഴി. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ഈ കാവൽക്കാർക്ക് ഇരിക്കാനുള്ള വീടില്ലേ, സ്ഥലം. വേണ്ട, ഇത് നമ്മുടെയാണ് കേട്ടോ, വേറെ ആരുടേതല്ല. ഞണ്ടിൻ്റെ കുഴിയാണ് വേണ്ട. നമ്മൾ കുറേ നേരം ഈ കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞണ്ടുണ്ടാവും. ഞണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴത്തേക്കും ഞണ്ടിങ്ങനെ വരും. പിന്നെ നമ്മളന്ന് വന്നിരുന്നപ്പോഴല്ലേ കണ്ടത്. ഇതെന്താ കേസ് അതിൻ്റെ അകത്തൊരു ചെറിയ ഞണ്ടിരിക്കുന്നത്. എല്ലാം കുഞ്ഞു ഞണ്ടാണേ. എന്താ വരുന്നുണ്ട്. എന്താ വലുതാണ് കേട്ടോ, ഇച്ചിരി നല്ല ചെറുത. ഇത് ഇത്രയും വലുതാകുള്ളെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇത് എന്തോ അയ്യോ നമ്മുടെ സൗണ്ട് ഇട്ടപ്പോൾ ഉള്ളിലേക്ക് പോയി. ഇതൊക്കെ വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ ഞണ്ടിൽ തന്നെ ഫോക്കസ് കൊടുത്തേക്കുമായിരുന്നു. ഇത് വന്നത് കണ്ടില്ല. ചെരുപ്പ് തന്നെയാണ്. ആ ചെരുപ്പിന്ന് അടുത്തിന്നുണ്ട്. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലെ. ഒരു പുള്ളി ഇങ്ങനെ കാല് കടലിൻ്റെ അവിടെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും അതിൽ നിന്ന് നഖത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്തോ അഴുക്കൊക്കെ ഇങ്ങനെ എടുത്ത് തിന്നണത്. അതുപോലെ ഇത് കണ്ട കൈ കൊണ്ട് സംഭവം എടുത്ത് തിന്നണ. ഓ ഇത് ശരിക്കും ഉള്ളതാണ്. കണ്ട മണ്ണിൽ നിന്ന് എടുത്ത് തിന്നണ കണ്ട. അതേ പോകണം ഉണ്ടായിട്ട് കണ്ട. ഓ പോയി നമ്മുടെ ഈ ഇടക്കൂടെ ഇപ്പം മുഴുവനും മറ്റേ വേസ്റ്റും പായലൊക്കെ വന്നിട്ട് അങ്ങോട്ട് തലേ. പക്ഷെ അങ്ങോട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടാൽ പറയില്ല, നിരത്തി അങ്ങോട്ട് കമ്പോലയാണെന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് കമ്പോലയാണ്. അങ്ങോട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കണോണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതെ നമ്മൾ ഇതിൻ്റെ ഇവിടെ കൂടി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ കണ്ട അവിടെ വെള്ളം കിടക്കണ. കണ്ട നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം.
കിടക്കാൻ പോലെ കാണിച്ചു തരാവേ. നോക്കി പോണല്ലേ, തീറ്റി വീഡിയോ കണ്ടില്ലേ, ചെളിയാണ്. കണ്ട, ഇത് നമ്മുടെ കമ്പോല. അത് ഇവിടെ ഇല്ലേ ബംഗാളി എണ്ണന്മാരെ ഓക്കെ കമ്പോല നോക്കിപ്പോണല്ലേ വീട്. കണ്ടോ, നമുക്ക് ഒരു കാല് വെക്കാനുള്ള സ്പേസേ ഉള്ളു. കണ്ടോ, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ പണി കാണും. വെയിലായതുകൊണ്ടാണ്, രാത്രിയൊക്കെയാണ് അടിപൊളിയായിരിക്കും ഇവിടെ ഇരിക്കാനായിട്ട്. ഇത് അവർക്ക് കിടക്കാനായിട്ടുള്ളതാണ്. നമുക്ക് അവിടെ പോയി കിടക്കാം. പക്ഷേ ഈ രാത്രി മീൻ വലിക്കാൻ നേരത്തെ ഇവിടെ ഇരിക്കാം. വേണ്ട ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്ത് അടിപൊളിയാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. എന്താ, ഒരാൾക്ക് കിടക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ചാർജ് ചെയ്യാം, ഫാനുണ്ട്, സംഭവമൊക്കെ സെറ്റപ്പ് അടിപൊളിയാണ്. നമുക്കിത് അങ്ങോട്ട് അടച്ചേക്കാം ഗൈസ്. ഇതുപോലെ തന്നെ എല്ലാ ഇതിലും ഉണ്ടാവും കമ്പോലയുടെ അവിടെ കണ്ട, എല്ലായിടത്തിലും ഉണ്ട്. ഇവിടെ ഇരിക്കാം. ഇപ്പോൾ വെയിലായതുകൊണ്ട് നല്ല ചൂടായിരിക്കും. തലകയുണ്ട്, കുഴപ്പമില്ല. ഇത് മീൻ കോരാനായിട്ടുള്ള ഇതാണ്. കുറച്ച് സാഹസമാണ്, എന്നാലും പറ്റത്തുവരെ പോയി നോക്കാം. നമുക്ക് നാട് തിരിച്ച് പോയേക്കാം, വെറുതെ ഇവിടെ വെയിലത്ത് നിൽക്കണ്ടല്ലോ. ചേട്ട ചുരുട്ടിയിട്ട പേപ്പറും കൊണ്ട് പോകണം. എന്തോ തിന്നാനുള്ളതാണെന്നാണ് പുള്ളിയുടെ വിചാരം. കിട്ടി ഗൈസ്, ഇവനെ കിട്ടി. ഞാൻ പറയുന്നു പിടിക്കട്ടെ. ഇല്ല, ഞാൻ പിടിക്കട്ടെ. നല്ല കടിയേ കിട്ടുള്ളൂ. വിഷനായിട്ടാണോ? വിടണില്ലാതിരുന്നു കണ്ടോ. തിരിച്ചു പോവാം. നമ്മളും കുറച്ചും പോയടത്തും കിട്ടാനുള്ള കേസ് അവിടെ സുഖമാണ് ചെപ്പല്. പിന്നെ നമ്മൾ നേരത്തെ നിന്നിടത്ത് തന്നെ വരുവാണ്. പേടച്ച് കൈസ് അവിടെ ഉണ്ട്, കൊല്ലിയാ കൊണ്ടുവരാം. നമ്മളിനി നേരത്തെ വെള്ളം കിടന്നിടത്ത് തന്നെ വെള്ളം ഇട്ടിട്ട് അങ്ങോട്ട് പോവാം. നമ്മൾ നേരത്തെ വെള്ളം പാർക്ക് ചെയ്ത് സ്ഥലത്ത് അങ്ങനെ വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് ഇറങ്ങണ ടേസ്റ്റ് എനിക്ക് പേടിയാണ്. ഞാൻ വെള്ളം അടുപ്പിക്കും, കണ്ടോ ഇങ്ങനെ വെള്ളം അടിക്കും. ഇവിടെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങും. നമ്മുടെ കൊല്ലി അടക്കം നടക്കാം കേട്ടോ. വെള്ളം കിട്ടട്ടെ. കൊല്ലിങ്ങനെ ഇങ്ങനെ എടുക്കാം. നമുക്ക് വേറൊരു ചോദ്യം നമ്മുടെ മീനി അവിടെ തന്നെ കിടക്കുന്നു. പാവം കിട്ടട്ടെ. ഇനി നമുക്ക്
നേരത്തെ നിന്നെടുത്ത് തന്നെ പോവാം. ഈ വെയിലും കൊണ്ട് വലിയ പ്രാന്ത് വേണ്ട. ദൈവം കാടും കടലൊക്കെ മിക്കവാറും ഞാൻ വല്ലയിടത്തും അടിച്ച് കിടക്കും. നമ്മുടെ കൊല്ലി ഞാനിവിടെ കൊണ്ടുവന്ന് കോർത്തിട്ടിട്ടുണ്ട്. എനിക്കറിയാൻ പറ്റില്ല. ദേ അടുത്ത ചൂണ്ടൊക്കെ ഇടാൻ പോവാണ്. അവിടെ വീട്ടുണ്ട്. പള്ളത്തി എടുത്തോ കേട്ടോ. വെള്ളത്തി എടുത്തോ വറക്ക. വലിയതാണ് കേട്ടോ വെള്ളത്തി. നമ്മുടെ അവിടെയൊക്കെ കുഞ്ഞു വെള്ളത്തിയാണ്. എന്താ കൊളുത്തൂരട്ടെ കൊല്ലിയിലിടാം. പാവ അതിന് പേരിപ്പിച്ചു. അയ്യോ ഇനി കൊല്ലി എങ്ങനെ എടുക്കും? ഗൈസ്, ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊല്ലിയില്ലാഞ്ഞ കാരണം ആ പള്ളത്തിനെയും അങ്ങോട്ട് വിട്ടായിരുന്നു. കൊല്ലി എടുക്കുന്നത് കുറച്ച് പാടായിരുന്നു. പിന്നെ കാണിച്ചൊരു പോളത്തുറന്ന് പറഞ്ഞാൽ പിടിച്ച മീനിനെ വിടത്തില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ ഇവിടെ വല്യത്തോട് ചങ്ങരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിറച്ച് പാടമാണ്. നമ്മുടെ ഈ കുമ്പളങ്ങിയെ പോലെയൊക്കെ തന്നെ നല്ല രസം അവിടെ കാണാനായിട്ട്. അവിടെ ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, എല്ലാവരും വരാറുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ ആ വഴി ബീച്ചിലൊക്കെ പോയി സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. പിന്നെ നമ്മൾ ഈ പോയ ബീച്ച് നമ്മുടെ ഇവിടെയുള്ള അന്ധകാരനൊരു ബീച്ചാണ്. ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ബീച്ച്. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ എല്ലാവരും ഈ ബീച്ചിലാണ് വന്നത്. കുറേ നാളായില്ലേ ഇങ്ങനെ ബീച്ചിലൊക്കെ പോയിട്ട്. ഇപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.